നമസ്കാരം. കലിപ്പ് മോഡിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ വലിച്ചു കീറി ഒട്ടിച്ചു വെൽക്കർ. മാധ്യമപ്രവർത്തകരോടുള്ള തന്റെ പതിവ് കലിപ്പും ധാർഷ്ട്യവും US പ്രസിഡന്റ് അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുകൾ അവസാനിപ്പിക്കാം. മൈക്ക് മൂടി നിലത്തെറിഞ്ഞ് കലിപ്പ് മോഡിൽ അവതാരകയോട് നന്ദി ഡാർലിംഗ് എന്ന് പറഞ്ഞൊരു പോക്കാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ്. എന്ത്, എപ്പോൾ, എങ്ങനെ ചെയ്യും, പ്രവർത്തിക്കുമെന്ന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് ഈ ഡൊണാൾഡ് ട്രംപ്. ആരോട് എങ്ങനെ സംസാരിക്കണമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ അറിയാത്ത ഒരു മന്ദബുദ്ധി. പ്രമുഖ മാധ്യമമായിട്ടുള്ള NBC ന്യൂസിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിക്കിടെ അവതാരകയായിട്ടുള്ള ക്രിസ്റ്റ്യൻ വെൽക്കറുമായി ഉണ്ടായ കടുത്ത വാക്കേറ്റത്തിനൊടുവിൽ ഡൊണാൾഡ് ട്രംപ് അഭിമുഖം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ചോദ്യങ്ങൾ കടുപ്പ ബോധത്തോടെ ഉയർന്നതോടെ കൺട്രോൾ പോയ ട്രംപ് ധരിച്ചിരുന്ന മൈക്രോഫോൺ ഊരി നിലത്തേക്കെറിഞ്ഞാണ് സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കാലിഫോർണിയയിലെ വോട്ടെണ്ണൽ വൈകുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് എന്നാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞ് 4 ദിവസം പിന്നിട്ടിട്ടും ഫലം പുറത്തു വരാത്തത് വൻ തിരഞ്ഞെടുപ്പ് തട്ടിപ്പിന്റെ തെളിവാണ് എന്നായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അവതാരകയായിട്ടുള്ള ക്രിസ്റ്റ്യൻ വെൽക്കർ ആവർത്തിച്ച് ചോദിച്ചതോടെ ട്രംപ് പ്രതിരോധത്തിലായി. ഞാൻ പലരിൽ നിന്നായി ഇത് കേൾക്കുന്നുണ്ട്, നോക്കിയാൽ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്നായിരുന്നു ട്രംപിന്റെ വിചിത്രമായിട്ടുള്ള മറുപടി അതിന് നൽകിയത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ക്രമക്കേട് നടന്നതിന് യാതൊരു തെളിവുമില്ലെന്നും അവതാരക വസ്തുതകൾ നിരത്തി വ്യക്തമാക്കിയതോടെ ട്രംപിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ഫലം പ്രഖ്യാപിക്കാത്തത് ശരിയാണോ എന്ന് ട്രംപ് തിരിച്ചു ചോദിച്ചപ്പോൾ വോട്ടെണ്ണൽ പ്രക്രിയ കൃത്യമായി വേഗത്തിലാക്കുവാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു ക്രിസ്റ്റ്യന്റെ മറുപടി. ഇതോടെ പ്രകോപിതനായ ട്രംപ് കാലിഫോർണിയയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം അഴിമതിക്കാരാണ് എന്നും നിങ്ങളും അവരെ പോലെ അഴിമതിക്കാരിയാണ് എന്നും അവതാരകയ്ക്ക് നേരെ ആഞ്ഞടിച്ചു. താൻ അഴിമതിക്കാരിയല്ലെന്ന് ക്രിസ്റ്റ്യൻ ശക്തമായിട്ടുള്ള മറുപടി നൽകിയെങ്കിലും ട്രംപ് തന്റെ ആരോപണത്തിൽ ഉറച്ചു നിന്നു. തർക്കം കടുത്തതോടെ മതി, ഇതുകൾ അവസാനിപ്പിക്കാം, നന്ദി ഡാർലിംഗ് എന്ന് പരിഹാസ രൂപേണ വിളിച്ച് ട്രംപ് മയക്കൂരി നിലത്തേക്ക് എറിഞ്ഞതിനു ശേഷം മടങ്ങുകയായിരുന്നു. മാധ്യമപ്രവർത്തകരോട് ട്രംപ് നടത്തുന്ന ഇത്തരം മോശം പെരുമാറ്റങ്ങൾ ഇതാദ്യമായല്ല. മുൻപ് CNN റിപ്പോർട്ടർ കൈറ്റ്ലൻ കോളിൻസിനെതിരെയും ട്രംപ് സമാനമായിട്ടുള്ള രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം നടത്തിയിരുന്നു. അവൾ സുന്ദരിയാണ്, പക്ഷെ ഒരിക്കലും ചിരിക്കാറില്ല, അവളുടെ കണ്ണുകളിൽ വെറുപ്പ് മാത്രമാണ് കാണാൻ കഴിയുന്നത് എന്നായിരുന്നു അന്ന് ട്രംപിന്റെ പരിഹാസം. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിന്റെ ഈ പുതിയ മൈക്കെറിയൽ നാടകം വലിയ ചർച്ചയായിരിക്കുകയാണ്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ മുതൽ തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലുടനീളം കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും ഏറ്റുമുട്ടലുകളും നിറഞ്ഞിരുന്നു. മാധ്യമങ്ങളെ അഴിമതിക്കാരെന്നും ജനങ്ങളുടെ ശത്രുക്കളെന്നും പരസ്യമായിട്ട് ട്രംപ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള നിയന്ത്രണങ്ങൾ, കേസുകൾ, ഭീഷണികൾ എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ഭരണകൂടം മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നുകയറ്റം നടത്തുന്നുവെന്ന് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ വരെ ഉയർന്നിട്ടുണ്ട്. വൈറ്റ് ഹൗസ് പ്രവേശനത്തിന്റെ നിയന്ത്രണങ്ങൾ അത് ഏർപ്പെടുത്തുകയും തനിക്ക് അനുകൂലമായിട്ടുള്ള വസ്തുതകൾ, വാർത്തകൾ അത് നൽകുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് ലൈസൻസ് റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പലപ്പോഴും രൂക്ഷമായി പ്രതികരിക്കുകയും ചില സന്ദർഭങ്ങളിൽ വംശീയമായോ അധികാരപരമായിട്ടോ അധിക്ഷേപപരമായിട്ടോ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൂലമായിട്ടുള്ള വാർത്തകൾ നൽകുന്ന വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം നിയമ നടപടികളും അപകീർത്തി കേസുകളും ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൂലമായിട്ടുള്ള വാർത്തകൾ നൽകുന്ന വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ ട്രംപ് ഭരണകൂടം നിയമ നടപടികളും അപകീർത്തി കേസുകളും ഫയൽ ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ ഇത്തരം നീക്കങ്ങൾ ജനാധിപത്യത്തിന് ഭീഷണിയാണ് എന്നും മാധ്യമ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നതിന് തുല്യമാണ് എന്നും റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പോലുള്ള സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാധ്യമങ്ങളോട് എങ്ങനെ പെരുമാറണം, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ആരോട് എപ്പോൾ എന്ത് എങ്ങനെ പെരുമാറണമെന്ന് യാതൊരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒരു പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തീരുകയാണ്. അതിൽ തന്നെയാണ് ഇപ്പോൾ കലിപ്പ് മോഡിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴും എത്തിയിരിക്കുന്നത്. പക്ഷേ അവിടെ ഈ പറയുന്ന പോലെ വെൽക്കർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വെൽക്കർ തിരിഞ്ഞു നോക്കിയില്ല. വളരെ കൃത്യമായിട്ട് പതിവ് കലിപ്പും ധാർഷ്ട്യവും ഒക്കെ ആർജിച്ച് കാണിച്ച ട്രംപിനെതിരെ ക്രിസ്റ്റ്യൻ വെൽക്കർ വളരെ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരുന്നു. അവർ വാരിയിട്ട് അലക്കി തേച്ചൊട്ടിച്ചു ആരെ? ഡൊണാൾഡ് ട്രംപിനെ. അതുകൊണ്ട് തന്നെ ട്രംപിനെ വലിച്ചു കയറി ഒട്ടിച്ച് വെൽക്കർ മുന്നോട്ട് പോകുമ്പോൾ, കലിപ്പ് മോഡിൽ അമേരിക്കൻ പ്രസിഡന്റ് നിൽക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, ട്രംപിന് ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ പാർട്ടിക്കാർ പോലും കൂടെ കാണില്ല. ഒപ്പം തന്നെ അമേരിക്കൻ ജനതയും ഈ ട്രംപിനെ തള്ളിക്കളയും.